നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 16-ാം തീയതി, 1200-ാം ആണ്ട് മകരമാസം 3-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം, ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യമാണ്. ആയില്യൻ നക്ഷത്രം ശരിക്കു പറഞ്ഞാൽ ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതല്ല. ആഴ്ച നല്ല ആഴ്ച, വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ വച്ച് ഏറ്റവും നല്ല ആഴ്ച എന്ന് വേണമെങ്കിൽ വ്യാഴാഴ്ചയെ പറയാം. കാരണം ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ്. അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ ആ ആഴ്ചയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. നക്ഷത്രം ശുഭമല്ലാതെ വന്നാൽ ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് ഗുണപ്രദമാവുകയില്ല. അപ്പോൾ ശുഭ നക്ഷത്രം അല്ല ഇന്ന് ആയില്യൻ നക്ഷത്രം. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അത്ര അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ദിവസം ചെയ്യാവൂ. അങ്ങനെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ അതിനുള്ള സമയം ഉണ്ട്. അത് ഞാൻ പറയാം. ആ സമയം എടുക്കാവൂ. ഇന്ന് ആയില്യ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മകരമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം വ്യാഴാഴ്ചയാണ് വന്നിരിക്കുന്നത്. വ്യാഴം ശരിക്ക് ഗുരുവിൻ്റെ ദിവസമാണ്. വ്യാഴം ധനകാരകനാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയം ഉണ്ടാവും. അതിൽ സമ്പത്തുണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രവൃത്തി വിജയം എന്ന് പറയണത് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് നേട്ടം വരുമ്പോഴാണ് അതിന് വിജയം എന്ന് പറയണേ. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിജയം ഉണ്ടാവും. അതേപോലെ ബിസിനസ്സാദി കാര്യങ്ങൾ വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലപ്രദമാണ്. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. പൈസയൊന്നും ഇല്ല ഒന്ന് തുടങ്ങാനായിട്ട് എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കും ഏതെങ്കിലും കാരണങ്ങളാൽ കയ്യിൽ ധനം വന്നു ചേരും. അപ്പോൾ നമുക്ക് വ്യാഴനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോവുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും പ്രധാനം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാവുകാല സമയത്താവരുത്. രാവുകാല സമയം എല്ലാ ദിവസവും 1.5 മണിക്കൂർ നേരമുണ്ട്. സാധാരണയായി കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1.5 മണി മുതൽ 3 മണി വരെയാണ് രാവുകാലം എന്നാണ്. പക്ഷേ രാവുകാല സമയം 1.5 മണിക്കല്ല, 2 മണി മുതൽ 3 മണി 27 മിനിറ്റ് വരെ ആണ് രാവുകാല സമയം. അപ്പോൾ നമ്മൾ 1.5 മണിയെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ രാവുകാലം തുടങ്ങിയില്ല. 3 മണിക്ക് രാവുകാലം തീരുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ രാവുകാലം തീരത്തുമില്ല. അപ്പോൾ 2 മണി മുതൽ 3:27 വരെയാണ് രാവുകാല സമയം. ഈ സമയം നമ്മൾ യാത്ര തുടങ്ങാനായിട്ട് എടുക്കരുത്. ശുഭകാര്യങ്ങൾക്ക് ഒന്നുകിൽ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ അതിന് ശേഷം ഇറങ്ങണം. നമുക്ക് ഒരു കാര്യവും ചെയ്തു കൂടാൻ പാടില്ലാത്ത പ്രപഞ്ചത്തിൽ നെഗറ്റീവ് നിറഞ്ഞ 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതും കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിരിക്കത്തില്ല യഥാർത്ഥ സമയം, അന്നോടൊന്ന് ഉദയത്തെ ആസ്പദമാക്കി വരുമ്പോൾ. അപ്പോൾ യമകണ്ഠകാല സമയം വരുന്നത് 6:50 തൊട്ട് 8:16 വരെയും, ഗുളിക കാല സമയം വരുന്നത് 9:42 തൊട്ട് 11:08 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് മുഹൂർത്തം ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 10 മിനിറ്റ് തൊട്ട് 12:58 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം. കാരണം ശരിക്ക് അഭിജിത്ത് എന്ന് പറയുന്ന ആ സമയം പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും അനുകൂലപ്രദമായ അവസ്ഥ, എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ സമയം നമുക്ക് മുഹൂർത്ത രാശികൾക്ക്
ബാധകമല്ല. കാരണം മറ്റ് ദോഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാത്ത സമയമാണ്. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായി മഞ്ഞ കളറിലുള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻറ്റായിട്ടോ ഷാളായിട്ടോ കോട്ടായിട്ടോ ഒന്നുമില്ലെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമ്മളിൽ വേഴത്തിൻ്റെ പോസിറ്റീവ് എനർജി ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പോൾ വസ്ത്രത്തിന് എങ്ങനെ വസ്ത്രം പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല കറുത്ത തുണിയൊക്കെ ഇട്ടുകൊണ്ട് ചൂട് സമയത്ത് നിന്നാൽ ഭയങ്കരമായി ചൂട് അനുഭവപ്പെടും. കാരണം ചൂടിനെ കറുപ്പ് ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെ ആ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജി വ്യാഴത്തിൻ്റെ കളറായ മഞ്ഞ കളർ ധരിച്ചുകൊണ്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുകയും കാര്യങ്ങൾ പോസിറ്റീവായി തീരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.